ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് വന്നേക്കുന്നത് നമ്മളൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ്. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ തട്ടിപ്പ് നമ്മളും ചെയ്തതായിട്ടൊന്ന് ഇരയായി. അപ്പം നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കാം, നിങ്ങളോടൊന്ന് പറയാം, നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇനി നിങ്ങളും ഇതേപോലെ ഒന്ന് ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് പറയാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ലൈവ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അത് പോരാ, ഒരു വീഡിയോ ചെയ്ത് ഇടുവാണെങ്കിൽ അതവിടെ മറ്റുള്ളവർക്കും അത് ഉപകാരമാകും എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഇത് മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഞാൻ സാധാരണ ഇതിലങ്ങനെ പറയാറില്ല, നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയാറില്ല. പക്ഷേ ഇപ്പം നടക്കുന്ന ഒരു ട്രെൻഡിങ് സംഭവമാണ് നമ്മുടെ ഓൺലൈൻ തട്ടിപ്പ്. അപ്പോൾ ഞാനത് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഉള്ള അനുഭവം എല്ലാം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അവർ നമ്മോട് പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വ്യക്തമായിട്ടൊന്ന് കേൾക്കണം. നമുക്ക് യൂട്യൂബ് ചാനലായിരുന്നു ആദ്യം നമ്മൾ തുടങ്ങിയിരുന്നത്. അതിനുശേഷം ഞാൻ ഫേസ്ബുക്ക് പേജ് തുടങ്ങി. ഇപ്പം ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിലും കൂടെ ജസ്റ്റ് ഒന്ന് എന്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഞാൻ പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പരിചയപ്പെട്ടതൊന്നും അല്ല ചെയ്തത്. നമ്മുടെ ഒരു ആവശ്യത്തിന് ഞാൻ സെർച്ച് ചെയ്ത് ചെന്നപ്പം കണ്ട ഒരു വ്യക്തി ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ഡീലിങ്സ് മോശമായിപ്പോയി. അതുകൊണ്ടാണ് അത് പറയാൻ വന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം, യൂട്യൂബിലൊക്കെ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡ്രോൺ ഷോട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാനൊരു ഡ്രോണിനെ കുറിച്ച് ചിന്തിച്ച് നോക്കിയപ്പം ഞാൻ പലരുമായിട്ട് ചോദിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു സിപ്പ് ലൈൻ ഉണ്ട്. അവിടെ ഞാൻ പോയി അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്കൊരു 1.5 ലക്ഷം രൂപയൊക്കെ അടുത്ത് വില വരും ഡ്രോണിന്. അത്യാവശ്യം നല്ലതാണെങ്കിൽ ഒരു 1,10,000 രൂപയെങ്കിലും വില വരും. ഇപ്പം നമ്മൾ ആദ്യമേ ഓടിപ്പോയി അത് മേടിക്കാൻ അവരും അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. അവരും പറഞ്ഞ് പുതിയത് പോയി എടുത്തു കഴിഞ്ഞാൽ ഇത് താഴെ വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോകും. അതുകൊണ്ട് ഒരു സെക്കൻഡോ ഇല്ലെങ്കിൽ കുറഞ്ഞതോ മേടിച്ച് അത് ഫ്ലൈ ചെയ്ത് പഠിച്ചതിന് ശേഷം പുതിയത് മേടിക്കുന്നതാണ് നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ എന്നാ പറഞ്ഞത്, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഇങ്ങനെ തപ്പിക്കഴിഞ്ഞപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ ഇപ്പോൾ ഫോണിൽ ഒന്ന് തപ്പിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് മുഴുവൻ ഇങ്ങനത്തെ സംഭവങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയപ്പോൾ കുറേ അധികം ഇങ്ങനെ വന്നു. അപ്പോൾ ഒരു 2,000 രൂപ 1,500 രൂപ ഒക്കെ കണ്ടു. അപ്പോൾ എന്തെങ്കിലും ആട്ടെ, നമുക്കത് ഫ്ലൈ ചെയ്ത് മേളിൽ പോയി താഴെ വീണ് പോയി കഴിഞ്ഞാൽ 1,10,000 രൂപ പോകുന്നുണ്ടല്ലോ, ഇത് വിചാരിച്ചിട്ട് ഞാനൊരു കുറഞ്ഞ ഒരെണ്ണം മേടിക്കാനായിട്ട് തീരുമാനിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഇവരെന്നോട് ഈ സിപ്പ് ലൈനിൻ്റെ അടുത്ത് ചെന്നപ്പം പറഞ്ഞ അതേ കമ്പനിയുടെ സാധനം ഒരു 10 മാസം ഉപയോഗിച്ചൊരു പ്രൊഡക്റ്റാണ്. അതൊരു ചെറിയൊരു വിലയ്ക്ക് ഒരു 6,500 രൂപ വിലയ്ക്ക് അവർ കൊടുക്കാനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ പരസ്യം ഇട്ടേക്കുവാണ്. അപ്പം ഞാനത് എന്നാൽ മേടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ അതിൻ്റെ അകത്ത് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ വാട്സപ്പ് നമ്പറിൽ വെച്ചിട്ട് അവരെ വിളിച്ചപ്പം അത് ഫോൺ എടുത്തത് ഭവാനി ചൗധരി എന്ന് പറയുന്ന ഒരാളാട്ടോ. പുള്ളി ഹിന്ദിക്കാരനാണ്. എനിക്ക് ഹിന്ദി ഒട്ടും അറിയത്തുമില്ല, ഇംഗ്ലീഷും അറിയത്തില്ല. നിങ്ങൾക്കറിയാം, ഞാനൊരു 10ാം ക്ലാസ്സും ഗുസ്തിക്കാരുമായ ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൊച്ചിനെ വിളിച്ചിട്ട്, കൊച്ചിന് അത്യാവശ്യം ഹിന്ദി അറിയാം, അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ ഞാൻ അടുത്തിരുന്നുകൊണ്ട് എന്നെ വിളിക്കുകയാണ്. അപ്പോൾ പുള്ളിനെ വിളിച്ച് പുള്ളി ഫോൺ എടുത്ത് പുള്ളി സംസാരിച്ച് പുള്ളി പറഞ്ഞു ഇപ്പം തന്നെ ഞാൻ അതിൻ്റെ പടമൊക്കെ ഇട്ട് തരാം എന്ന് പറയും. അപ്പോൾ ഇവർ ഈ ഓൺലൈൻ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നതെല്ലാം നല്ല സൂപ്പർ ഒറിജിനൽ ക്വാളിറ്റി സാധനമായിരിക്കും അവർ നമ്മളെ ഈ പടത്തിലെല്ലാം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ DJI Mini 3 Pro ഞാൻ എഴുതി വെച്ചേക്കോട്ടെ, എനിക്കറിയത്തില്ല അതിന് പറയാനൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുക. അപ്പോൾ DJI Mini 3 Pro എന്ന് പറയുന്ന സാധനം അവർ വീഡിയോ അതിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തരുന്നത് ഈ ഒറിജിനൽ സാധനത്തിൻ്റെ ആണ്. അപ്പോൾ ഞാനും കണ്ടു കഴിഞ്ഞപ്പം അവരും എന്നെ കാണിച്ചു തന്നതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഇത് പക്ക സാധനമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സാധാരണ ഓൺലൈൻ മേടിക്കുമ്പോൾ എല്ലാം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയാണ് ഞാൻ മേടിക്കാറുള്ളൂ. അല്ലാത്ത സാധനമൊന്നും ഞാൻ മേടിക്കാറില്ല. ഒന്നാമത് നമുക്കറിയാം, തട്ടിപ്പാണെന്ന് ആൾക്ക് അറിയാം. അപ്പോൾ ഞാൻ കൊച്ചിനോട് പറഞ്ഞിട്ട് അവരോട് സംസാരിച്ചു. അങ്ങനെ കൊച്ചു പറഞ്ഞു നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി. അവർ ഓക്കെ പക്ക എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു, നമ്മളത് എല്ലാം ഡീൽ ചെയ്ത സ്ഥിതിക്ക് നമുക്കത് പാക്ക് ചെയ്ത് വിടാം എന്ന് പറഞ്ഞിട്ട് അവർ ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ, അപ്പോൾ നമുക്കത് വിശ്വാസമാവുകയാണല്ലോ, ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ അവിടെ ചെന്നിട്ട് നമുക്ക് അയക്കാനായിട്ട് 320 രൂപ ആവശ്യമുണ്ട്. അപ്പോൾ ആ പൈസ നമ്മളോട് അയക്കാൻ പറയാണ്. അപ്പോൾ ഗൂഗിൾ പേ ആണ് അയക്കാൻ പറഞ്ഞത്. ഞാൻ ഗൂഗിൾ പേയിലല്ല അയച്ചത്, ഞാൻ
ഫെഡ് മൊബൈൽ വഴി ഞാൻ ഒരു 320 രൂപ അവർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവരത് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് വഴി അവർ നമുക്ക് അയച്ചു എന്നും പറഞ്ഞ് ഒരു അയക്കാനായിട്ട് പാക്ക് ചെയ്യുന്നതിൻ്റെയും എല്ലാം അവർ നമുക്ക് വീഡിയോ അയച്ചു തരുവാണ് കേട്ടോ. അവർ പാക്ക് ചെയ്യുന്നതിൻ്റെയും അപ്പോൾ നമുക്ക് ഒരു വിശ്വാസമാകാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടി ആയിരിക്കണം. എന്താണെങ്കിലും അവർ നമുക്ക് അയച്ചു തന്നപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടേക്കുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് ഡിയോവാലി നാസിക് മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൻ്റെ ഒരു ഫോൺ നമ്പറോട് കൂടിയുള്ള റെസിപ്റ്റാണ് അവരെനിക്ക് അയച്ചു തന്നത്. അങ്ങനെ അവരയച്ചു തന്നു. എന്നിട്ട് അവർ പറഞ്ഞു 2 days വരും, സാധനം വരും എന്ന് പറഞ്ഞു. അപ്പം ഞാനും അന്തം വിട്ടുപോയി. 2 ദിവസം കൊണ്ട് മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ ഇവിടെ എത്താനുള്ള സംവിധാനമൊക്കെ ആയോ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. 2 ദിവസം കഴിഞ്ഞപ്പം ഒരു ഡെലിവറി ബോയ് നമ്മൾ വിളിച്ചത് ഹിന്ദി അവൻ പറയുന്നത്. അപ്പം ഞാൻ കൊച്ചിൻ്റെ ഫോൺ കൊടുത്തു, എന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയാണ് 20 മിനിറ്റിനുള്ളിൽ താങ്കളുടെ ലൊക്കേഷനിൽ എത്തും. അപ്പോൾ നമ്മുടെ അഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഫുൾ അഡ്രസ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫുൾ അഡ്രസ്സ് കൊടുത്ത സ്ഥിതിക്ക് എന്നിട്ട് അവർ 20 മിനിറ്റിനുള്ളിൽ ഇവിടെ നമ്മുടെ സ്പോട്ടിലെത്തും, 2500 രൂപയും കൂടെ ഇടാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് കത്തി, ഇത് കുറച്ച് പ്രശ്നമാണല്ലോ. 2500 രൂപ അങ്ങോട്ട് ഡെലിവറി ബോയ്ക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടുത്തെ ലൊക്കേഷൻ ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ പറയുന്നത് ഇവിടെ റേഞ്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞു. 20 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ പ്രദേശത്ത് റേഞ്ച് ഉണ്ടെന്നുള്ളത് നമുക്കറിയാവുന്നതുകൊണ്ട് എന്നാൽ പണി അവിടുത്തെ ഏതെങ്കിലും ഒരു ഫോട്ടോയോ ഇല്ലെങ്കിൽ അവിടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലോ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അവനത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറ്റില്ലെന്നല്ല, അവൻ പറയുന്നത് അങ്ങനെ ഒരാളൊന്നും അവിടെ ഇല്ലെന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് അതിനകത്തൊരു പന്തേട് തോന്നിയിട്ട് നമ്മുടെ ഒരു കസിൻ, അപ്പം പുള്ളി ഹിന്ദി ഒട്ടുമിക്ക ഭാഷകൾ സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാം. ഞാൻ ലഡാക്ക് യാത്രയിൽ പുള്ളിയുടെ കൂടെയാണ് പോയത്. ദിലീപ് നമ്മളെ സഹായിക്കാനായിട്ട് പുള്ളി വന്നു. അപ്പം ഞങ്ങളത് കോൺഫറൻസ് കോളിലിട്ടു. കോൺഫറൻസ് കോളിലിട്ടിട്ട് പുള്ളിനെ നമ്മൾ മറ്റേ ബുക്ക് ചെയ്ത ചങ്ങാതിനെ വിളിക്കുകയാണ്. അപ്പം ഹിന്ദി ആകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളി കയറി സംസാരിച്ചു കഴിഞ്ഞപ്പം ദിലീപ് പറഞ്ഞു ഇത് ഫ്രോഡാണെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു നമ്മളിപ്പോൾ പൈസ ക്യാഷ് ഓൺ ഡെലിവറി അല്ലേ പറഞ്ഞേക്കുന്നത്. ക്യാഷ് ഓൺ ഡെലിവറിയിൽ പുള്ളി നമുക്ക് തരാൻ തയ്യാറാവുന്നില്ല. 2500 രൂപ നമ്മൾ പറ്റിക്കുമെന്നും പറഞ്ഞിട്ട് പുള്ളി 2500 ഇടാൻ പറയുവാണ്. പുള്ളിയോടും പറഞ്ഞു. അപ്പോൾ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പുള്ളി എന്ത് ചെയ്യുന്നറിയാമോ, പുള്ളി ആർമിയിലാണ് ജോലി ചെയ്യുന്നത് എന്നും പറഞ്ഞ് ആർമിയുടെയൊക്കെ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ ഒരു പർച്ചേസ് ചെയ്യാനുള്ള ഒരു കാർഡ് ഇത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ താഴെ നോക്കിയോ, ആ ഒരു കാർഡ്, അതുപോലെ പാൻ കാർഡ് അതിൻ്റെ നമുക്ക് ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു ഞാൻ ഒറിജിനലാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, പൈസ കിട്ടോ എന്നൊക്കെ പറയണം. അപ്പം നമ്മൾ കൺഫേം ആക്കി ഈ പുള്ളി ഫ്രോഡാണെന്നുള്ളത്. കാരണം ആരും നമ്മുടെ പാൻ കാർഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അയച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുകയല്ലോ. ഇപ്പോൾ ഇവന്മാർ നമ്മളെ വിശ്വസിപ്പിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനുള്ളൊരു തട്ടിപ്പാന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ലൊക്കേഷൻ ഇങ്ങോട്ട് അയച്ചേ എന്ന് പറഞ്ഞു. 420 പ്രകാരം അവനവിടെ കേസ് കൊടുക്കും എന്ന് പറയാണ്. അവനല്ലോ ചീറ്റ് ചെയ്ത് അവനല്ലേ, നമ്മളെയല്ലേ ചീറ്റ് ചെയ്ത്. അപ്പം നമുക്കത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമുക്കൊരു ചെറിയൊരു പേടിയെന്ന് വെച്ചാൽ നമ്മൾ അയച്ചു കൊടുത്തത് പൈസ നമ്മുടെ ഇവന്മാർക്ക് ഇപ്പം ഓൺലൈനിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകൾക്കെല്ലാം നമ്മുടെ എന്തെങ്കിലും ഒരു ചെറിയൊരു ക്ലൂ കിട്ടിയാൽ മതി, അമ്മമാരപ്പം തന്നെ നമ്മുടെ പൈസ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. പെട്ടെന്ന് ഞാൻ എൻ്റെ അക്കൗണ്ട് കയറി സെർച്ച് ചെയ്ത് നോക്കി, നമ്മുടെ പൈസ വല്ലതും പോയിട്ടൊന്നുമില്ല. എന്താണെങ്കിലും ഞാൻ വേണ്ടിയില്ല, സ്റ്റേഷനിൽ കൊണ്ടുപോയി രാജാക്കട സ്റ്റേഷനിൽ പോയി ഞാൻ രേഖാമൂലം ഒരു പരാതിയൊക്കെ അവിടെ എഴുതി കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞ് നമുക്കിതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റൂടാതെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ നിന്ന് ഇനി പൈസ പോകരുത്, മാത്രമല്ല അവൻ ചീറ്റിങ്ങിന് വേണ്ടി അവന് എവിടെ വല്ല കേസും കൊടുക്കുമോ എന്ത് ചെയ്താലും നമ്മളെ ബാധിക്കരുതല്ലോ. അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് ഒരു പരാതി പറഞ്ഞത്, എൻ്റെ സ്റ്റേഷനിൽ വന്ന് കേസ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ എന്നോട് പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ, ഒരു പ്രശ്നമില്ല, അവനോട് കേസ് കൊടുത്തോളാൻ പറ, ഞങ്ങൾ ബാക്കി നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് പോകുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പ് എന്നെ രായഗഡ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു. എടാവേ നീയൊക്കെ ഇങ്ങനെ ഇതിനകത്തൊക്കെ പോയി പെടുവോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു സാറേ നമ്മുടെ 320 രൂപയെ പോയുള്ളൂ, ഞാൻ ഇത് എന്നാ പറഞ്ഞാൽ മറ്റുള്ളവർക്കും ഇത് എന്നാ പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിൽ ആ 320 പോയി മറ്റുള്ളവർ അറിയണ്ടല്ലോ എന്ന് വിചാരിച്ച് പമ്മിയിരിക്കും. നമ്മളങ്ങനെയൊന്നുമില്ല, നമുക്ക് അതിൻ്റെ പുറകെ പോകണമെങ്കിൽ അതിൻ്റെ പുറകെ പോകാനും നമ്മൾ റെഡിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഓൺലൈൻ തട്ടിപ്പ് ഈ രീതിയിൽ നടക്കുന്നുണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ അവനെ ഏതെങ്കിലും രീതിയിൽ പിടിക്കണമെങ്കിൽ പിടിക്കാനും ഒക്കെ വേണമെങ്കിൽ റെഡി. ആ രീതിയിലാണ് ഞാനൊരു പരാതി കൊണ്ടു തന്നത്. സാർ ആ രീതിയിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവരും എന്നോട് പറയുകയാണ് ഇത് മറ്റുള്ളവർക്ക് ഒരു ഇൻഫർമേഷൻ ആകുന്ന രീതിയിൽ നിങ്ങൾ ഒരു വീഡിയോ ചെയ്തോ, അപ്പം എല്ലാവർക്കും അത് ഉപകാരമാകും,
കാരണം ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ട ഓൺലൈൻ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ അത്രയ്ക്കൊന്നും നമ്മുടെ പോയില്ല. 2500 കൂടെ ഇല്ലെങ്കിൽ ആ കൂടെ പോയാൽ മൊത്തം 6500 പോകുള്ളൂ. സാരമില്ല, വിഷയമില്ല. എന്താണെങ്കിലും നമുക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ നമ്മൾ ഫ്ലിപ്കാർട്ട് പോലുള്ള ഫ്ലിപ്കാർട്ടും പിന്നെ ആമസോൺ ബാക്കി കാര്യങ്ങളെല്ലാം പക്കയാണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഓൺലൈൻ തട്ടിപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെ പൈസ അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ച് നടക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പം 320 പോയത് തന്നെ നമുക്ക് എന്നാ പറഞ്ഞ ചിലവാക്കി കളഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല. ഒരാൾ ചുമ്മാ കൊണ്ടുപോയി തിന്നുമ്പോൾ നമുക്കതൊരു കുറച്ച് പ്രശ്നമുണ്ട് അല്ലേ, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് ഇങ്ങനെയുള്ള ഓൺലൈൻ തട്ടിപ്പുകളിൽ നിങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് മാത്രം പറയാൻ ഈ അവസരം ഞാൻ ആഗ്രഹിക്കുവാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക. കാരണം നമ്മളെല്ലാവരും വീട്ടിലിരുന്നുകൊണ്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. കാരണം ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി നമുക്കൊരു പ്രശ്നമാണ്. ഈ നമുക്ക് വീട്ടിലിരിക്കുന്ന ആളുകൾ ഫോണിങ്ങനെ പൊക്കി വിടുന്ന ടൈമിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഷോർട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഇല്ല റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന പല സാധനങ്ങളും നമ്മൾ കടകളിൽ ചെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടാത്ത ഒരു ലഭ്യമാകാത്ത ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഓൺലൈനിനെ ആശ്രയിക്കുന്നതും അവിടെ നിന്ന് മേടിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നത്. കാരണം നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, നമ്മുടെ വീട്ടുപടിക്കൽ സാധനം എത്തുന്നു എന്നുള്ളത്. ഇത് എന്നാ പറഞ്ഞേ, ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് നമുക്ക് സമയമില്ലാത്ത ആളുകൾക്ക് ഒരു ഉപകാരമുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ ഇത് എന്നാ പറഞ്ഞ 100% പക്കയല്ല, ഫ്രോഡുകളാണ് ഈ ലോകത്തുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എൻ്റെ 320 പോയാലും സാരമില്ല. നിങ്ങളും ഇനി ഇതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് പെടാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും അടുത്ത ടോക്കുമായി ഉടനെ കാണാം.